മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിശ്ചയമായ ഹാർദവമായ സുസ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 1202 ആണ്ടത്തെ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള സാമാന്യ 27 നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അത് കാർത്തിക നക്ഷത്രത്തിൻ്റെ കാർത്തിക അശ്വതി ഭരണി കാർത്തിക കാലും മേടക്കൂറാണ്. മേടക്കൂറിലും കാർത്തിക മുക്കാലും കൂടെ ഇടവക്കൂറിലാണ്. അപ്പോൾ മേടക്കൂറ് ഇടവക്കൂറിലുള്ളവർക്ക് ഉള്ള ഫലമാണ്. സാധാരണ ഗതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുക മുക്കാൽ ഭാഗം ഇവിടെ നിൽക്കുന്നു, അതാണ് നമ്മൾ അറിയാൻ വയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ഗ്രഹനില പരിശോധിച്ച് ഒരു ജ്യോതിഷിയെ കണ്ടിട്ട് വേണം പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനെന്നുള്ളത് ഞാൻ ആദ്യമേ പറയുക. അപ്പോൾ അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിന് ഈ ഒരു വർഷം ചെറിയ ചെറിയ കുടുംബ സംബന്ധമായിട്ടുള്ള, ഭാര്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. വിദേശത്തുള്ളവർക്ക് അല്ലറ ചില്ലറ ജോലിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ചില അസുഖങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അപകടങ്ങളും മറ്റു കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വാഹനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മളൊരു സൂചന തരികയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീരുമാനിച്ചു വെച്ച വിവാഹത്തിന് ചിലപ്പോൾ മുടക്കം സംഭവിക്കാനോ അല്ലെങ്കിൽ തടസ്സം സംഭവിക്കാനോ അല്ലെങ്കിൽ ഏഷണി കൂട്ടി ആരെങ്കിലും മാറ്റിക്കളയാനോ ഒക്കെയുള്ള സാധ്യതാവസ്ഥയും വളരെ കൂടുതലാണ്. മുറിവ്, ചതവ്, വീഴ്ചയുടെ താഴ്ചകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറുന്നതോ അല്ലെങ്കിൽ മരത്തിൽ കയറുന്നതോ അങ്ങനെയൊക്കെയുള്ള വിഷയം. വീഴ്ച താഴ്ചകളുണ്ടാകാനും വൈദ്യനെ കാണാനും ഡോക്ടറെ കാണാനും ആശുപത്രി സന്ദർശനത്തിനും ഒക്കെയുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. ബന്ധുഗുണം ഒരു കാരണവശാലും പ്രതീക്ഷിക്കില്ല. ചില കുഴപ്പങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയെടുക്കാൻ അവനവൻ്റെ ഇതിൽ നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ചെറിയ തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കർമ്മം തൊഴിൽ രംഗത്ത് ചെറിയ ചെറിയ ധനുമാസം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ചെറിയ ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ ഇടപെടലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടിയ ഓഹരി, ഭൂമി എന്നിവ വരുമാനം വർദ്ധിക്കാൻ റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യബന്ധനക്കാർക്കും സാമാന്യ ഗുണപരമായിട്ടുള്ള നന്മയുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സ്ഥാവര ജംഗമ വസ്തുക്കൾ വല്ലതും കിട്ടാറുണ്ടെങ്കിൽ പിതൃവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള സ്വത്തുവകകളൊക്കെ കിട്ടാറുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും, അത് തന്നെയല്ല ബന്ധുസ്ഥാനം വഴി വിയോഗാവസ്ഥ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കെമിസ്റ്റുകൾ, റിസർച്ച് വിദ്യാർത്ഥി എന്നിവർക്ക് അനുകൂല സമയം. അന്യദേശ വസിക്കുന്നവർ അല്പം സൂക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടായാൽ അതങ്ങ് അങ്ങ് പവറിലാകാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മൂർത്തിഭാവത്തിലെത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു ജ്യോതിഷിയെ കണ്ടതിനുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊള്ളുക. അതാണ് ഒരു സൂചന വന്നിരിക്കുന്നത്. ദൂരദേശത്തോട്ട് പോയിട്ടുള്ള സന്താനങ്ങൾക്കൊക്കെ തിരികെ വരാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ആലോചിച്ച് ഉറച്ച് നല്ല യുക്തിയും ബുദ്ധിയോടും കൂടിയ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാവും. അതുപോലെ ദൈവാധീനം പൊതുവെ ചെറിയ ചെറിയ അതൊക്കെ മീനമാസമൊക്കെ വരുമ്പം ചെറിയ ചെറിയ കുറവുകളും കാര്യങ്ങളും, അപ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളനുസരിച്ചിട്ട് വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയൽക്കാരുമായി ചില ഭിന്നാഭിപ്രായമോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ, കാരാഗ്രഹ ബന്ധനത്തിനോ ഒന്ന് പോലീസ് സ്റ്റേഷൻ കയറുക, കോടതി കയറുക, ചുമ്മാതാണെങ്കിലും ഒരു പെറ്റി അടച്ചാൽ അതിലൊന്ന് കയറണം എന്നുള്ള സംഭവം വരിക. അതുപോലെ തന്നെ പല്ല് അല്ലെ ഉദര സംബന്ധമായിട്ടുള്ള പല്ലിന് ദന്തത്തിന് രോഗങ്ങളൊക്കെ ഉണ്ടാകുക, ഉദര സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടാകുക. ഇതൊക്കെ പറയും വാത, കഫം, അതുപോലെ തന്നെ കഫ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും പ്രമേഹ സംബന്ധമായിട്ടൊക്കെ ഉള്ള വിഷയങ്ങൾ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ടാകാൻ സാധ്യത. അതുപോലെ തന്നെ ഔഷധം ഫലിക്കാതിരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ. ഇഷ്ടപ്പെട്ടവരുടെ വേർപാടും മനപ്രയാസവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥ. അതിലും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അത് ഉണ്ടാകാൻ. പക്ഷേ മീനമാസം കഴിയുമ്പോൾ വിദേശ ആൾക്കാർക്ക് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബങ്ങളൊക്കെ ഒത്ത് ഉല്ലാസയാത്രയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഉല്ലാസയാത്രയിലൊക്കെ ഇതും കൂടെ നമ്മൾ നെഗറ്റീവിന് ഉള്ള സംഭവം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. ഒരു ദാമ്പത്യ സുഖാൽപ്പം കുറയാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതൊക്കെ നോക്കിക്കണ്ട് നമ്മളിതൊരു സൂചന ഇന്ന കാര്യമുണ്ട്, അത് നോക്കിക്കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫലമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ.
ആരോഗ്യനില സാമാന്യേന ഒരു ധനുമാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തൃപ്തിപ്പെടും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഉന്നതിയിലെത്താനുള്ള അവസ്ഥയുണ്ട്. വാഹനമുള്ളത് മാറ്റി പുതിയത് വാങ്ങാനുള്ള സമയമാണ് ധനുമാസം. കഴിഞ്ഞതിന് ശേഷം സമയക്കുറവ് മൂലം പല ജോലികളും ചെയ്തു തീർക്കാൻ വയ്യാത്തതായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും. ക്ഷീണം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാത് സമയങ്ങളിൽ അതായത് വൈദ്യനെ കാണേണ്ട സമയത്ത് വൈദ്യനെ തന്നെ കാണണം, ജ്യോതിഷനെ കാണേണ്ട കാര്യമില്ല. രോഗമുണ്ടെങ്കിൽ ജ്യോതിഷിയല്ല കാണേണ്ടത്. അത് ചെറിയ കണ്ണ് കിട്ടുക, അല്ലെങ്കിൽ ഇത് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ഒന്ന് ഭസ്മം തുള്ളി ഇടുക, ചരട് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഏലസ് ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള വിഷയത്തിലുണ്ട്. അല്ലാത്ത നമുക്ക് സാമാന്യതയുള്ള രോഗമൊന്നും അങ്ങനെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്നാൽ ആ രോഗം നമ്മൾ ചികിത്സിച്ച് മാറുന്നില്ല ഡോക്ടറോട് പറയും ചില ആൾക്കാർ. ആയുർവേദത്തിലുള്ളവരെ നിങ്ങളെ ഒന്ന് ക്ഷേത്രത്തിലോ ദേവാലയത്തിലോ പോയി മേൽശാന്തിമാരെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷനെ കൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിലച്ഛനെ കൊണ്ടോ ഒന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഭഗവാന്റെ കയ്യിലാണെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതൊക്കെ ചെയ്യുക. എല്ലാം കൊണ്ടും വലിയ ദോഷങ്ങളോ വലിയ കുഴപ്പങ്ങളോ ഒന്നുമില്ല. രീതിയിൽ സുഖമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കാൻ ഈ വർഷം കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡുകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ശ്രീപത്മനാഭൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരു ലൈക്ക് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്